സാർ രാജു എബ്രഹാം സാറ് ഡെവലപ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. തിരുപ്പതിയിലെ ഇതുമായിട്ട് അദ്ദേഹം രണ്ടും തമ്മിലാണ് കമ്പയർ ചെയ്തത്. തിരുപ്പതിയിൽ അദ്ദേഹം ഒന്ന് പോകണമെന്നുള്ള ഒരു ചെറിയ അപേക്ഷയാണ് എനിക്കുള്ളത്. ഞങ്ങൾ 96 നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി തിരുപ്പതി ആദ്യം ഞങ്ങൾ സന്ദർശിച്ചത് തിരുപ്പതിയാണ്. ആ തിരുപ്പതി സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ നിയമസഭയുടെ മുമ്പാകെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ വേണമെന്നുള്ള ആ നിർദ്ദേശം ഞങ്ങൾ സമർപ്പിച്ചതും പിന്നീട് ഗവൺമെൻറ് അത് അംഗീകരിച്ചതും ആ നിർദ്ദേശമാണ്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? KC വേണുഗോപാൽ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായിരുന്നു, MK മുനീർ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായിരുന്നു, ആ കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാർ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായിരുന്നു. അന്തരിച്ചു പോയിട്ടുള്ള വിജയകുമാർ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇവിടെ ജോയി, നമ്മുടെ അങ്കമാലി ഈ ജോയി ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായിരുന്നു. ആ കമ്മിറ്റിയാണ് എളമരം കരീം ഉൾപ്പെടെ ആ കമ്മിറ്റിയാണ്. അന്നദാനം നിങ്ങളൊന്ന് കാണണം സാർ. ഒരു സെക്കൻഡ്. ഏറ്റവും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മിറ്റിയാണ് ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് വെച്ചത്. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഉദാഹരണത്തിന് പമ്പയിലെ ഒരു പശ്ചാത്തലം എന്നാന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പം നമ്മളാണ് 5 MLA പ്ലാന്റ് STP പ്ലാന്റ് അവിടെ ഉണ്ടാവണം നിർദ്ദേശം വെച്ചു. മിന്നൽ വേഗത്തിലാണ് അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. പമ്പാമണപ്പുറത്തോ വലിയാനവട്ടത്തോ ചെറിയാനവട്ടത്തോ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയത് ഈ കമ്മിറ്റിയുടെ സന്ദർശനത്തിന് ശേഷമാണ്, ഈ റിപ്പോർട്ടിന് ശേഷമാണ്. അപ്പോൾ അതൊരു വളരെ അഭിമാനകരമായ കാര്യമാണ്. തിരുപ്പതി ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാൽ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഗവൺമെൻറ് നിയോഗിക്കുന്ന സമിതിയാണ് ആ IAS ഉദ്യോഗസ്ഥനോടൊപ്പം അത് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ശുപാർശ ഗവൺമെൻറ് സമർപ്പിച്ചു. പക്ഷേ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ആ ശബരിമലയ്ക്ക് വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം തിരുപ്പതി പോലെ അല്ലെങ്കിൽ അയോധ്യ പോലെ നിർമ്മിക്കണം എന്നുള്ളൊരു വിവരം ഗവൺമെന്റ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇതാണ് വിഷയം. ഹരിവരാസനം എന്ന് പറയുന്ന ഒരു ശബരിമലയുടെ ഒരു വലിയ വികസന മാസ്റ്റർ പ്ലാൻ സത്യാനന്ദ സരസ്വതി സ്വാമിജികൾ എല്ലാ ഗവൺമെന്റുകളുടെ മുന്നിലും വെച്ചിരുന്നു. ആ പ്ലാനെ അട്ടിമറിക്കപ്പെട്ടു. അത് MLAക്ക് അറിയാവുന്നേ. ഹരിവരാസനം എന്നും പറഞ്ഞ് ശബരിമലയിലെ തിരക്ക് മുതൽ ശബരിമലയിലെ പമ്പയുടെ ശുദ്ധീകരണം ഉൾപ്പെടെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാമൻ നായർ സാറിനൊക്കെ അറിയായിരിക്കും. അവർ പറയും വളരെ വ്യക്തമായ ഒരു വികസനം കൊണ്ടുവന്നിരുന്നു. ആ വികസനം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ, ആ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ശബരിമല യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വികസനം നടന്നേനെ. യാതൊരു മാറ്റമില്ലാത്തൊരു ആ വികസനത്തെ അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത്തെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞ്, ശബരിമല ലോട്ടറിയെയും മദ്യത്തിനെയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഈ കേരള സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന, അത് എല്ലാ മേഖലയിലും, അതിൽ ടൂറിസം മേഖല ഉൾപ്പെടെ കൂട്ടണം, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ശബരിമലയാണ്. അയ്യപ്പൻ കോടാനുകോടി രൂപ പരോക്ഷമായും പ്രത്യക്ഷമായും ഈ ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ശബരിമലയെ സംരക്ഷിക്കാൻ, ശബരിമലയുടെ വിശ്വാസമുള്ള, ഇവിടെ നവോത്ഥാനം നടന്നല്ലോ, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും അയ്യാവൈകുണ്ഠസ്വാമിയും അടക്കമുള്ള സന്യാസി വര്യന്മാരും അന്നത്തെ വിശ്വാസികളും കൂടെ ചേർന്ന് ഇതിനകത്ത് ഈ സനാതന ധർമ്മത്തിലുണ്ടായ അപജയങ്ങൾ, അതാണല്ലോ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സഹിതം അതിലുള്ള മാറ്റം ഉണ്ടാക്കിയതുപോലെ ഈ ശബരിമലയുടെ പ്രവർത്തനം സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയാണ് ഉണ്ടായെങ്കിൽ അത് വിശ്വാസികളായിട്ടുള്ള ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർക്കും അതുപോലെ സനാതന ധർമ്മവിശ്വാസികൾക്കും ശബരിമലയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള അവസരമാണ് ഉണ്ടാകേണ്ടത്. അന്നേരം ഈ തരം ഈ കൊള്ളയ്ക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ അതിർത്തി മുതൽ കടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാർ സ്വാഭാവികമായിട്ടും കയറുന്ന കടകൾ, അടിക്കുന്ന പെട്രോൾ, അതിനെല്ലാം ടാക്സ് ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ്. അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏതൊക്കെ ഗവൺമെൻറ്റുകളാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നത് കണക്ക് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രൂപത്തിലാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പണം മുടക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഈവൻ MLA ഫണ്ട് എത്ര MLA ഫണ്ട് കൊടുക്കുന്നുണ്ടോ ഓരോ ആരാധനാ കേന്ദ്രം. അപ്പം അദ്ദേഹം പറഞ്ഞത് ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് ആ നഗർ ഇന്നത്തെ നിലയിൽ അവിടെ വൃത്തിയാക്കി ബഹുദൂരം അവിടുത്തെ റോഡ് നിർമ്മിച്ചത് MLA ഫണ്ട് കൊടുത്തത് ഞാനാണ് അവിടെ MLA ഫണ്ട് കൊടുത്തത്. ശബരിമല തന്നെ അവിടെ നമ്മൾ കയറുമ്പം ആദ്യം മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് ഓരോരുത്തരും കയറേണ്ടത്. ആ നിർമ്മാണം MLA ഫണ്ട് കൊണ്ട് ഞാൻ നിർമ്മിച്ചു കൊടുത്തതാണ്. കാരണം വനംവകുപ്പ് എന്നോടാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുകളിലോട്ട് കയറുമ്പം 2-3 വനംവകുപ്പിന് വേണ്ടി പെരിയാർ ടൈഗർ റിസർവിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് നൽകിയിട്ടുണ്ട്. നമുക്ക്
ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ശബരിമല വികസനത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വനഭൂമി വിട്ടുകിട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ആ കാലത്താണ്. ഉമ്മൻചാണ്ടി ശബരിമല സന്നിധാനത്തിൽ പോകുമായിരുന്നു. അദ്ദേഹം പമ്പയിലും പന്തളത്തും ഒക്കെ നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് ഒരു വർഷത്തെ തീർത്ഥാടന കാലത്ത് മുന്നൊരുക്കം നടത്തുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ചോദിച്ചല്ലോ എന്തുകൊണ്ട് ശബരിമല സമരത്തിന് പോയില്ലെന്ന്. പമ്പ വരെ ഞങ്ങൾ പോയി. ഞങ്ങൾ പമ്പ ചെന്നപ്പോൾ ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് ഇനി നമ്മൾ അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തണ്ട, കാരണം സന്നിധാനത്തിൽ പോയി നമ്മൾ സമരഭൂമി ആക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പമ്പയിൽ സമരത്തിന് തിരിച്ചു വന്ന് ഈ യുവതീ പ്രവേശന കാലത്ത് ഞങ്ങൾ സമരം നടത്തിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.